ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ 9 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുക. 2014-ലും 2019-ലും 2 മോദി സർക്കാരുകളുടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു. 2024 മൂന്നാമത്തെ ഊഴം NDAക്ക് കിട്ടുമോ മോദിക്ക് കിട്ടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2014-ൽ മോദി തരംഗം അന്ന് UPA കടമുഴക്കി എറിയുമ്പോൾ UPA 2 ഗവൺമെന്റിനോടുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നു ഒരു പ്രധാനപ്പെട്ട തരംഗത്തിന്റെ സാധ്യതയെങ്കിൽ അന്ന് 336 സീറ്റുകൾ നേടിയാണ് NDA അധികാരത്തിലെത്തുന്നത്. UPA 60 സീറ്റുകളിൽ ഒതുങ്ങുന്നു, മറ്റുള്ളവർ 147. പ്രതിപക്ഷത്ത് തീരെ ഐക്യമില്ലാതിരുന്ന കാലമാണ് 2014 എന്നത് ഓർമ്മിപ്പിക്കണം. ആ കാലഘട്ടത്തിൽ 336 സീറ്റുകൾ നേടി ഒരു ഹോപ്പ് ഫാക്ടറിയിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. രണ്ടാമത്തെ ഘട്ടം 2019 5 വർഷത്തിനു ശേഷം ബലാക്കോട്ടും പുൽവാമയും സൃഷ്ടിച്ച അതിദേശീയതയുടെ തീവ്രദേശീയതയുടെ മസ്കുലർ നാഷണലിസത്തിന്റെ തരംഗത്തിൽ NDA 353 സീറ്റുകളായി നില മെച്ചപ്പെടുത്തുന്നു. UPA-യുടെ നില 91 കുറയുകയും 52 സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്കും അവരുടെ സ്ഥാനങ്ങൾ BJPക്ക് കൈയൊഴിയേണ്ടി വന്നു. 99 സീറ്റുകളിലേക്ക് മറ്റുള്ളവർ ഒതുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. 2014-ൽ UPA 2 സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരവും 2019-ൽ അതിദേശീയതയുമാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ തരംഗമെങ്കിൽ 2024-ൽ എന്താണ് തരംഗം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ആ ചോദ്യത്തിന് ഇനിയും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. CSDS സർവേയുടെ ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട്. ആ ഡാറ്റ പറയുന്നത് വിലക്കയറ്റം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ 50% സ്ത്രീ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനമാകുമോ? മുസ്ലിം യാദവ് എന്നുള്ള പഴയ കോമ്പിനേഷൻ മാറി മഹിളാ യുവ കോമ്പിനേഷൻ ആകുമോ? ഇല്ല, ഓരോ സംസ്ഥാനത്തും ഓരോ പ്രത്യേക സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പം മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വിഷയം. മറാത്തി റിസർവേഷൻ്റെ പ്രശ്നം അവിടെ വളരെ ശക്തമാണ്. ഉള്ളി കർഷകരുടെ പ്രശ്നം അവിടെ വളരെ ശക്തമാണ്. ഈ രീതിയിൽ മഹാരാഷ്ട്രയിൽ അതേപോലെ തന്നെ അജിത് പവാറിൻ്റെ പാർട്ടിയെയും NCPയെ ഭിന്നിപ്പിച്ചത്, ശിവസേനയെ ഭിന്നിപ്പിച്ചത്, ഇതെല്ലാം മഹാരാഷ്ട്രയിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ ആ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നൊരു സംസ്ഥാനമാണ്. ബീഹാറിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. അവിടെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിൽ മറുകണ്ഠം ചാടുന്നതിന് മറുപടി പറയാൻ തന്നെ ബീഹാറിലെ ജനങ്ങൾ തീരുമാനിക്കും. അങ്ങനെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട്. ഗുജറാത്തിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ രജപുത്ര വിഭാഗങ്ങൾ എതിർത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. റിസർവേഷൻ്റെ പ്രശ്നത്തിൽ OBCയും SC/STയും പോലുള്ള വിഭാഗങ്ങൾക്ക് NDAയോടുണ്ടായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പോളിംഗാണ് നടക്കുക. അതുകൊണ്ടാണ് ഈ രാജ്യവ്യാപകമായ ഒരു തരംഗം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. 2024 തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായ ഒരു ഏക തരംഗം ഉണ്ടാകില്ല. എന്നാൽ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, അങ്ങനെ തന്നെയാണ് ഒരു ടേക്ക്. സിംഗിൾ പോയിന്റ് ഒരു തരംഗമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2014-ലെ ഭരണവിരുദ്ധ വികാരത്തിന്റെ തരംഗം, 2019-ലെ അതിദേശീയതയുടെ തീവ്രദേശീയതയുടെ തരംഗം, 2024-ൽ എന്ത് തരംഗം? മോദി തരംഗമില്ല എന്ന് ഇപ്പോൾ നിലവിൽ BJPക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന പ്രശാന്ത് കിഷോർ അടക്കം പറയുന്നത് മോദി തരംഗമില്ല എന്നുള്ളതാണ്. ഒരു തരംഗമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാത് സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളിലേക്ക് പോകും, പ്രാദേശികമായ വിഷയങ്ങളിലേക്ക് പോകും. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ്? ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിയുണ്ട്, അഗ്നിപത്ത് എന്ന പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അഗ്നിവീർ, രജപുത്ര ക്ഷത്രിയ രോഷമുണ്ട്, ജാട്ടുകളുടെ രോഷമുണ്ട്, കർഷകരുടെ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇത് ഭരണഘടന മാറ്റുമെന്ന ദളിത് ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോൾ നോക്കൂ, സമാജ്വാദി പാർട്ടി യാദവ പാർട്ടിയായിട്ടല്ല അവരെ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദിവാസി OBC ദളിത് വിഭാഗങ്ങളുടെ പാർട്ടിയായിട്ടാണ് അവരെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് BSP ഫാക്ടർ വരുന്നത്. BSP ഫാക്ടർ ഇല്ല എന്നുള്ള വിഷയം വരുന്നത് അവിടെയാണ്. ദളിത് ആദിവാസി വോട്ടുകൾ SP-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. SP-യിലേക്കും കുറച്ച് BJP-യിലേക്കും പോയേക്കാം. സ്പോയിലർ ഫാക്ടറായിട്ട് BSP വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു ചെറിയ കണക്ക് നോക്കാമല്ലോ. ഇപ്പം 2019 15 സീറ്റുകളാണ് SP-BSP സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത്. അതിൽ 10 സീറ്റും BSPക്കായിരുന്നു. ആ BSPക്ക് 2022-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എത്ര സീറ്റാണ് കിട്ടിയെന്നറിയാവോ? ഒരു സീറ്റാണ് നിയമസഭയിലുള്ളത്. 2022 ഒരേ ഒരു സീറ്റ്. അപ്പോൾ തന്നെ അത് വളരെ ശോഷിച്ചൊരു പാർട്ടിയാണ്. എന്നാലും നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഇതൊരു സ്പോയിലർ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞു നിന്ന് സഹായിക്കുകയാണ് എന്ന ബോധ്യം വന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ SP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ബാങ്ക് ഇപ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. ഒരു സ്പോയിലർ ഇഫക്റ്റ് BSPക്ക് ഉണ്ടാക്കാം. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ടേക്ക് ഉള്ളത്, BSPയിൽ നിന്ന് പോയ വോട്ടുകൾ ആർക്കൊപ്പമാണ് നിന്നത് എന്ന പ്രശ്നമുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ
ആനുകൂല്യം കിട്ടിയത് മുഴുവൻ BJP-ക്കാണ്, യോഗിക്കാണ്. അതെ ആ BJP പാളയത്തിൽ പോയ ആദിവാസി ദളിത് വോട്ടുകൾ എങ്ങനെയാണ് ചോദ്യത്തിലേക്ക് പോകുക? അവിടെയാണ് ഭരണഘടന മാറ്റമെന്ന് വിഷയം വരുന്നത്. ഭരണഘടന മാറ്റം വിഷയം വരുന്നത്. അവിടെ ഭരണഘടനാ മാറ്റമല്ല മാഡം. അവിടെ ആവശ്യമായ സ്പീഡാണ് അത് കിട്ടിയിട്ടുണ്ട്. BSP-യിൽ നിന്ന് BJP-യിലേക്ക് വോട്ട് നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇല്ല അവിടെയാണ് എന്റെ കണ്ടസ്റ്റ്. അതായത് 2022 വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ട് വിജയിച്ചു വന്നത് SP ആണ്. അവിടെ സീറ്റ് കുറയുകയാണ് ചെയ്തത് BJP-ക്ക്. 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന BJP-ക്ക് 2022 സീറ്റ് കുറഞ്ഞു. അന്ന് ചെറിയ കക്ഷിയായി പോയ SP വലിയ കക്ഷിയായി വളർന്നു. അതുകൊണ്ട് BSP-ക്ക് അന്ന് നഷ്ടം വന്ന വോട്ടുകൾ ഏകപക്ഷീയമായി BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് താങ്കളുടെ വിലയിരുത്തൽ തെറ്റാണ്. മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് സീറ്റ് കുറയുകയാണല്ലോ ചെയ്തത്. 2022 യോഗി ആദിത്യനാഥ് 3-2 ഭൂരിപക്ഷത്തോടുകൂടിയാണ് 2017 തിരഞ്ഞെടുപ്പിലെ അധികാരത്തിൽ വരുന്നത് ഉത്തർപ്രദേശിൽ. 2022 യോഗിയുടെ സീറ്റ് കുറയുകയാണ്. സെയിം തിങ് ഹാപ്പൻ. 2014 75 സീറ്റോളം പിടിച്ച BJP 2019 വരുമ്പോഴത്തേക്കും 62 സീറ്റിലേക്ക് കൂപ്പുകുത്തുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴൊക്കെ BSP-യുടെ വോട്ട് ഏകപക്ഷീയമായി നമ്മൾ BJP-ക്ക് എഴുതി കൊടുത്തു എന്ന് കണക്കുകൂട്ടരുത്. അത് SP-യിലേക്കാണ് പോയിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ദളിത് വോട്ടുകൾ എത്രമാത്രം SP-യിലേക്ക് പോയി എന്ന കാര്യത്തിൽ എനിക്ക് കാര്യം SP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുകയും SP-ക്ക് ഒരു ഫോർമിഡബിൾ ഓപ്പോസിഷൻ പാർട്ടിയായിട്ട് നിയമസഭയിൽ മാറാൻ കഴിയുകയും കേവലം ഒരു സീറ്റിലേക്ക് മാത്രമായിട്ട് BSP ഒതുങ്ങുകയും ചെയ്തെങ്കിൽ വളരെ സിമ്പിൾ അല്ലേ കണക്ക്? ആ BSP വോട്ട് എന്ന് പറയുന്നത് SP-യിലേക്ക് പോയെന്ന് കണക്കൂട്ടാൻ എത്ര എളുപ്പമാണ്. ഓക്കെ, അപ്പം MP നികേഷ് കുമാർ, ആ തരംഗം എന്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും എല്ലാ പോൾസ്റ്റേഴ്സും പറയുന്നത് ഒരു കോൾഡ് ആയിട്ടുള്ള വേവ് ഒരു പക്ഷേ കാണാമെന്നുള്ളതാണ്. യോഗേന്ദ്ര യാദവ് പറയുന്നത് ഈ ഡിസ്ട്രെസ്, ഈ പറയുന്ന എല്ലാ വോട്ടർമാർക്കിടയിലുമുള്ള ഈ അതാത് പ്രാദേശിക നേതാക്കന്മാരോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനങ്ങളോടുള്ള ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സിംഗിൾ ആഖ്യാനം സാധ്യമാണോ? ഏക ആഖ്യാനം സാധ്യമാണോ? നോക്കൂ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ തന്നെയും അതിനനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന